So welcome back to my channel Tech for You. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സ് കടന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ പിന്നെ നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഏതാ ഫോണെന്ന് വെച്ചാൽ എടാ റെഡ്മി 7 ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലൂടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു കിടുക്കാച്ചി ഫോണാണ്. നമ്മൾ ബെസ്റ്റ് ഈ റേറ്റിന് ഉള്ള നല്ല സ്പെസിഫിക്കേഷനും കാര്യങ്ങളുള്ള ഒരു റെഡ്മിയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് നമ്മളിന്ന് അൺബോക്സിങ്ങും റിവ്യൂവും ചെയ്യാൻ പോകുന്ന ഫോണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് തന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്. ഒരു സ്റ്റൈലിഷ് ബോക്സിലേക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്, റെഡ്മിക്കാർ ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, നല്ല വേരിയൻസ് ആണ്. സൈഡിൽ നമുക്ക് റെഡ്മീൻ്റെ ബ്രാൻഡിങ് കാണാൻ കഴിയും. പിന്നെ നമുക്ക് സ്പെസിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിലുണ്ട്. സ്പെസിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 632ൻ്റെ പ്രോസസ്സർ, പിന്നെ ഇഞ്ച് നമ്മുടെ സ്ക്രീൻ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 6.26 സ്ക്രീന്, പിന്നെ ക്യാമറ AI ഡ്യുവൽ ക്യാമറ റിയൽ ക്യാമറയും, പിന്നെ 40,000 mAh ബാറ്ററിയും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് 3GB വേരിയൻറ്റ്, 32GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ വേരിയൻ്റാണ്. ലൂണാർ റെഡിൻ്റെ വേരിയൻ്റാണ്. നമുക്കെന്തായാലും അത് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ സൈഡിൽ ആ സീലിംഗ് ഒക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ താഴെ ഒരു സീലിംഗ് ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, നമുക്കെന്തായാലും അന്ന് ബോക്സ് ഒന്ന് തുറക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും TPU കേസിൻ്റെ ആ പാക്ക്. അതൊന്ന് നമുക്ക് മാറ്റി വെച്ച് നമുക്ക് ഫോൺ എടുത്ത് നോക്കാം. ദിസ് ഈസ് ദ ഫോൺ. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്, നൈസ് ലുക്ക് ഉണ്ട്. എന്തായാലും നമുക്ക് ആ ബാക്കിയൊക്കെയുള്ളത് നോക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു പവർ കോഡ്, USB ടൈപ്പ് പവർ കോഡാണ് കിട്ടുന്നത്. ബ്ലാക്ക് കളർ പവർ കോഡ്. റെഡ്മീൻ്റെ എല്ലാം ബ്ലാക്ക് കളർ പവർ കോഡാണ്. USB ടൈപ്പ്. ഇതിൽ ടൈപ്പ് C അല്ല. ഓക്കെ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ പവർ ബ്രിക്കും കിട്ടുന്നുണ്ട്, റെഡ്മീൻ്റെ പവർ ബ്രിക്ക്. ഏകദേശം റെഡ്മീൻ്റെ എല്ലാ ഫോൺസും ഒരേ സ്റ്റൈലിലാണ് പവർ ബ്രിക്ക് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ താരം ഫോണ് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ആ ലൂണർ റെഡ്, ബാക്കിൽ ആ റെഡ് ഗ്രേഡിയൻ്റ് ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, നല്ല ലുക്കുണ്ട്, അടിപൊളി ലുക്കാണ്. ഫ്രണ്ടിൽ നമുക്ക് ആ സ്ക്രീൻ ഒട്ടിച്ച ആ ഫോയിൽ നമുക്കൊന്ന് പീൽ ചെയ്യാം. ഓക്കെ, വാവ്, നൈസ്, സൂപ്പർ ഡിസ്പ്ലേ ആണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കത്തെയും ആ ഫോയിലൊന്ന് പീൽ ചെയ്യാം. ബാക്കത്തെ നമുക്ക് പീൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി പീൽ ചെയ്തതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് റെഡ്മി ബൈ ഷവമി എന്ന് എഴുതിയിരിക്കുന്ന കാണാം.
ഇപ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ വരുന്നത്. ഓക്കെ ഓക്കെ നമ്മുടെ റെഡ്മി നോട്ട് 7 സീരീസ് അതിൻ്റെ അതേ ലുക്കാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ പാക്കേജിൻ്റെ ഉള്ളിലെല്ലാം നോക്കാം. ആ CPU കേസ് ഒന്ന് നോക്കാം. ഓക്കെ, CPU കേസിൻ്റെ ഒപ്പം വാറണ്ടി കാർഡും മാനുവലും കിട്ടുന്നതാണ്. CPU കേസ് ഓക്കെ, ട്രാൻസ്പാരൻറ്റ് TPU കേസാണ്. പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ അത്ര പ്രൊട്ടക്ഷനൊന്നും ഉണ്ടാവില്ല. വൈറ്റ് ട്രാൻസ്പാരൻറ്റ് TPU കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വാങ്ങിച്ചിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. തൽക്കാലം യൂസ് ചെയ്യാൻ ഇത് മതി. റെഫ്യൂസിനൊക്കെ വേറെ മതി, കാരണം റെഫ്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും നമുക്ക് അതൊന്ന് ബൂട്ട് ചെയ്യാം. ഒരു 2 സെക്കൻഡിനുള്ളിൽ വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ ഫുൾ ബൂട്ട് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർഫേസ്. ഒക്കെ നമുക്കൊന്ന് മാറ്റിക്കാം, ഫോൺ മാത്രം. ഓക്കെ, നമ്മുടെ ഫോൺ നല്ലൊരു ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് റെഡ്മിക്കാർ. ഓക്കെ, മേലായിട്ട് നമുക്ക് ഓഡിയോ ജാക്ക് കാണാൻ കഴിയും മേലായിട്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് ഒരു സ്പീക്കർ, പിന്നെ അപ്പുറത്തെ ഒരു സ്പീക്കർ കാണാൻ കഴിയും. പിന്നെ പവർ പോയിൻറ്റും ബാക്കിൽ 2 ക്യാമറ 12+ 2ൻ്റെ ക്യാമറ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമുക്ക് AI ഡ്യുവൽ ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ മേലായിട്ട് ഡോട്ട് നോച്ച്. ഡോട്ട് നോച്ച് നല്ല ലുക്കായിട്ടുണ്ട് ഫോണിന്. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ആൻഡ്രോയിഡ് വെർഷൻ നോക്കാം. അബൌട്ട് ഫോൺ. ഓക്കെ, ആൻഡ്രോയിഡ് വെർഷൻ 5 ആണ് നമുക്കിതിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു അടിപൊളി വേർഷനാണ്. ക്യാമറ എടുത്ത് നോക്കാം നമുക്ക്. നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, അതൊക്കെ അലോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്യാമറ ക്വാളിറ്റി ഒരു കുഴപ്പമില്ലാത്ത ക്യാമറ ക്വാളിറ്റിയാണ്. എനിക്ക് ഈ റേറ്റിൽ നല്ല ക്യാമറ ക്വാളിറ്റിയാണ് ഷാമിക്കാർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഫോട്ടോ ക്ലിക്ക് എടുത്ത് നോക്കാം. ഓക്കെ, ഗാലറീൻ്റെ നല്ലൊരു പിക്കാണ്. നല്ലൊരു ക്വാളിറ്റി അവർ ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഷാമിക്കാർ. പോർട്രേറ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. പോർട്രേറ്റ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ആ ഇമേജ് മാത്രമായിട്ട് നമുക്ക് ആ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും പോർട്രേറ്റ് മോഡും. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഫിംഗർ സെൻസർ ഒന്ന് വെച്ച് നോക്കാം, വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, നമ്മൾ വെച്ച ഉടനെ വരുന്നുണ്ട് സാധനം, കുഴപ്പമില്ല. ഫിംഗർ സെൻസറും ഇതിൻ്റെ കുഴപ്പമില്ല, അടിപൊളിയാണ്, നൈസാണ്. ഓക്കെ, ഒരു അടിപൊളി നല്ല ഫീച്ചേഴ്സുള്ള ഫോണാണ് നമ്മുടെ റെഡ്മി 7. പിന്നെ വേറെ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ 8 MP ക്യാമറ. കൂൾ.
ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് നമ്മുടെ റെഡ്മി 7. ഒരു ലെവൽ ഫോണാണ്. നിങ്ങൾക്ക് ഈ റേറ്റിന് നമുക്ക് ഡോട്ട് നോച്ചും നല്ല ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഈ ഫോണിലൂടെ നമുക്ക് കിട്ടുന്നത്. നല്ല സ്ക്രീൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. നല്ല ബാക്ക് ഫിനിഷിങ്ങും വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് തന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടി പ്രസ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ദിസ് ഈസ് ജീവൻ പ്രകാശ് സൈനിങ് ഔട്ട്.